നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാൻ ഇൻഡസ്ട്രി ഹിറ്റ് ആകും എന്നുള്ളൊരു വാർത്ത നമ്മൾ ചിത്രത്തിന്റെ റിലീസിംഗിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. ചിത്രത്തിന്റെ ഹൈപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഫസ്റ്റ് ഡേ തിയേറ്ററിലെത്തി ആ പടം കണ്ട് അതിന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ചിത്രം വലിയ രീതിയിലുള്ള ഹിറ്റാവും. കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ചിത്രമായിട്ട് ഇത് മാറും. വേൾഡ് വൈഡും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ചിത്രമായിട്ട് ഇത് മാറുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 4 ദിവസം കൊണ്ട് തന്നെ ചിത്രം 100 കോടി ക്ലബിലേക്ക് എത്തിയിരിക്കുന്നു വിദേശ മാർക്കറ്റിൽ എന്നുള്ള റിപ്പോർട്ട് അനൌദ്യോഗികമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. മാത്രവുമല്ല ഇത് 150 കോടി ക്ലബിൽ കയറാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 100 കോടി കയറുന്ന ആദ്യത്തെ ചിത്രമായിരിക്കുമെന്ന് പറഞ്ഞതാണ്. ഇന്നലെയോടുകൂടി കയറിയിട്ടുണ്ട് എന്നുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട് വന്നു. അതിൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അൺഒഫീഷ്യൽ എന്ന് പറഞ്ഞത്. കിട്ടുന്ന സമയത്ത് മിക്കവാറും നാളത്തോടു കൂടി തന്നെ അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ അത് നാളെ തന്നെ അത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഈ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് ഇന്ത്യയിലല്ല, കേരളത്തിലല്ല, മറ്റ് പല രാജ്യങ്ങളിലും ഇൻഡസ്ട്രി ഹിറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. ഏതൊക്കെ രാജ്യങ്ങളിലാണ് ചിത്രം ഒരു മലയാള സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന റെക്കോർഡുകൾ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതായത് മലയാള സിനിമ ആ നാട്ടിലെ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ ഭാഷകളുമായിട്ട് താരതമ്യം ചെയ്തിട്ടല്ല പറയുന്നത്. മലയാള സിനിമ അവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ ചിത്രങ്ങൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് വേൾഡ് വൈഡ് കളക്ഷനിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന റെക്കോർഡ് ഈ ചിത്രം ഇതിനോടകം തന്നെ നേടിയിരുന്നു. 3-ാം ദിവസം തന്നെ സ്വന്തമാക്കിയിരുന്നു. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ചിത്രത്തിന്റെ റെക്കോർഡാണ്. ഓവർസീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ റെക്കോർഡ് ഇപ്പോൾ എമ്പുരാന്റെ കയ്യിലാണ്. ഇനി ആ രാജ്യങ്ങൾ, ഓരോ രാജ്യത്തും റെക്കോർഡ് അടിച്ചെന്ന് പറഞ്ഞല്ലോ, ആ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള ചിത്രമായിട്ട് എമ്പുരാൻ ഇതിനോടകം തന്നെ മാറി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ന്യൂസിലൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ചിത്രമായിട്ട് ഇത് മാറി എന്നുള്ളത് 2-ാം ദിവസം തന്നെ നമുക്ക് അപ്ഡേറ്റ് കിട്ടിയിരുന്നു. 2-ാം ദിവസം തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന, ന്യൂസിലൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന മലയാള സിനിമയായിട്ട് ഇത് മാറിയിരുന്നു. ഇപ്പോൾ 4 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഏകദേശം അതിന്റെ ഇരട്ടിയോളമായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അടുത്തത് ജർമ്മനിയാണ്. ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള ചിത്രമായിട്ട് ഇത് മാറിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ തിരുത്ത് അവിടെ പറയാനുണ്ട്. കാരണം നമ്മൾ ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ, ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയ ചിത്രമായിട്ട് ഇത് മാറി എന്നുള്ളത്. സത്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഷാരൂഖ് ഖാന്റെ ചിത്രങ്ങളാണ് ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആവാറും ഇന്ത്യൻ സിനിമയിൽ നിന്ന്. അല്ലെങ്കിൽ ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു താരം കൂടിയാണ് ഷാരൂഖ് ഖാൻ. എന്നാൽ നമ്മൾ പറഞ്ഞത് എമ്പുരാനാണ് ഇപ്പോൾ അതിന്റെ റെക്കോർഡ് നിൽക്കുന്നതെന്നാണ്. എന്നാൽ അവിടെ ഒരു തിരുത്തുണ്ട്, എമ്പുരാനല്ല. ഷാരൂഖ് ഖാന്റെ ജവാൻ എന്ന് പറയുന്ന സിനിമയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ, ആദ്യ ദിവസം കളക്ഷൻ കിട്ടിയ ചിത്രം. അതിനേക്കാൾ തൊട്ടുപുറകിൽ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ 2-ാമതാണ് എമ്പുരാൻ നിൽക്കുന്നത്. 3-ാമത് ഷാരൂഖ് ഖാന്റെ പത്താൻ എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ഈ ചിത്രത്തിന് പത്താന്റെ റെക്കോർഡ് വെട്ടിക്കാൻ സാധിച്ചെങ്കിലും ജവാൻ ഇട്ട ആദ്യ ദിവസത്തെ റെക്കോർഡ് വെട്ടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. അത് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്, അതുകൊണ്ടാണ് തിരിച്ചു പറഞ്ഞത്. എന്തിനേലും ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന മലയാള ചിത്രമായിട്ട് ഈ ചിത്രം ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. USA ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന മലയാള ചിത്രമായിട്ട് ഇത് ഇതിനോടകം തന്നെ മാറി. അതായത് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ചിത്രമായിട്ട് എമ്പുരാൻ മാറി. കാനഡയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ചിത്രമായിട്ട് ഇത് ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. അതായത് 2-ാം ദിവസം മറ്റോ ആ റെക്കോർഡിലേക്ക് എത്തിയതാണ്. ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ചിത്രമായിട്ട് എമ്പുരാൻ മാറി എന്നുള്ളതാണ്. ഇത് ഞാൻ അങ്ങനെ 2 പ്രാവശ്യം എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ റിലീസിന്റെ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാനത് ഒരു മാസ് ഇത് കൊടുക്കാതെ പറയുന്നത് പോലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളൊരു ധാരണയിൽ തന്നെ, കാരണം എല്ലാവർക്കും അത്യാവശ്യം സിനിമയുമായി ബേസ് ചെയ്തിരിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പ്രഷർ കൊടുക്കാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, മോഹൻലാലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗൾഫ് മാർക്കറ്റ് മലയാളത്തിലെ വേറെ ഒരു താരത്തിനുമില്ല. മമ്മൂട്ടിക്ക് പോലും ആ ഒരു മാർക്കറ്റിന്റെ പകുതി പോലും എത്താൻ സാധിച്ചിട്ടില്ല എന്ന് ഞാൻ അവിടെ ഒരു റഫായിട്ട് പറഞ്ഞു പോവുകയുണ്ടായി. ആ വീഡിയോന്റെ താഴെ വന്നിട്ട് കേട്ട തെറിവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയുമില്ലാത്ത തെറിവിളിയാണ് വിളിച്ചത്. കാരണം ഇവരെ ഏതാണ്ട് കരുതിയിരിക്കുന്ന മമ്മൂട്ടിയാണ് ദുബായ് അല്ലെങ്കിൽ ഗൾഫിലെ രാജാവ് എന്നാണ് കരുതിയിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ
അങ്ങനെയൊന്നുമല്ല. മോഹൻലാലിന്റെ ഒരു ആവറേജ് പടം അവിടെ ഇടുന്ന റെക്കോർഡ് മമ്മൂട്ടിയുടെ സർവകാല ഹിറ്റിന് പോലും വെട്ടിക്കാൻ സാധിച്ചിട്ടില്ല. അത്ര വലിയ, മമ്മൂട്ടിയേക്കാൾ കൂടുതൽ മാർക്കറ്റ് അവിടെ നമ്മുടെ ഇങ്ങേർക്കൊക്കെ ഉണ്ട്. ആർക്കാ? ദുൽഖർ സൽമാൻ, അതുപോലെ തന്നെ പൃഥ്വിരാജിനൊക്കെ അവിടെ മമ്മൂട്ടിയേക്കാൾ കൂടുതൽ മാർക്കറ്റ് ഉണ്ട്. മമ്മൂട്ടിയുടെ മാർക്കറ്റ് ദുബായിൽ ആക്ച്വലി വളരെ ഇടിവാണ് എന്നുള്ളതാണ് സത്യം. കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന്റെ സിനിമകൾ അവിടെ ഇറങ്ങാറുണ്ട്, ഹിറ്റ് ആവാറുണ്ട്. ഞാൻ പറഞ്ഞ കളക്ഷന്റെ കാര്യത്തിലാണ്. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ആരാധകർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പകുതിയിലധികം, അതായത് ഒരു 100% ആളുകൾ എടുക്കുകയാണെങ്കിൽ ഒരു 60% ആളുകളുടെയും കമന്റുകളും കാര്യങ്ങളും എല്ലാം വരുന്നത് ഗൾഫിൽ നിന്നാണ്. ഇപ്പൊ എന്റെ ഈ ചാനലുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന വിദേശ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസ് ആണ്. ഗൾഫ് കൺട്രീസ് നോക്കുമ്പോൾ ഏകദേശം 80% വരുമാനമാണ് എനിക്ക് ഗൾഫ് കൺട്രീസിൽ നിന്ന് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ആരാധകരാണ്, അത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ആരാധകരുണ്ട് എന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവിടുത്തെ സാധാരണ ജീവനക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണ ജോലിക്കാരായിട്ടുള്ള ആളുകളായിരിക്കാം അവർക്ക് അങ്ങനെ എല്ലാ ആഴ്ചയിലും പോയി പടം കാണാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവരായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ലീവ് കിട്ടാത്ത ആളുകളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണമായിരിക്കാം ഈ പറഞ്ഞ മാതിരിയുള്ള ഭീകരമായിട്ടുള്ള സോഷ്യൽ മീഡിയ സപ്പോർട്ട് മമ്മൂട്ടിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ട് പോലും മമ്മൂട്ടി സിനിമകൾക്ക് അത്ര വലിയ ഒരു കളക്ഷൻ അവിടെ നിന്ന് വരാത്തത്. അല്ലെങ്കിൽ കേരളത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു വിഭാഗവും തിയേറ്ററിൽ ഇവരുടെ പൊടി പോലും കാണാത്ത ഒരു രീതിയുമായിരിക്കാം ഒരുപക്ഷെ ഗൾഫിലും. എനിക്ക് അതറിയത്തില്ല. എന്തിനേലും മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിന് അവിടെ 3ഓ 4ഓ സ്ഥാനം മാത്രമാണ് മലയാളത്തിൽ നിന്ന് ഉള്ള താരങ്ങളിൽ അവിടെ കിട്ടുന്നത്. മോഹൻലാലിന്റെ ആ ഒരു, ഞാനിത് എടുത്തു പറയാൻ കാരണം അന്ന് അങ്ങനെ സംഭവിച്ചു. എന്നാൽ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഇനി മുതൽ എമ്പുരാൻ എന്ന് തന്നെ പറയാം. ദുബായില് സകലമാന റെക്കോർഡുകളും തൂക്കിക്കൊണ്ടാണ് ദുബായിൽ പടം കയറിക്കൊണ്ടിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായിട്ട് ദുബായിലെ മാത്രമായിട്ടുള്ള കണക്ക് ലഭ്യമായിട്ടില്ല. അത് കിട്ടുന്നതനുസരിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നിലവിൽ മലയാളത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലെയും ഹിറ്റ് എന്ന് തന്നെ പറയാം. അടുത്തത് UK, അയർലൻഡാണ്. UKയിലും അയർലൻഡിലും ഓപ്പണിംഗ് ഡേ തന്നെ വലിയ റെക്കോർഡ് ഇട്ടു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് തുടർന്നുകൊണ്ട് പോകുന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ചിത്രങ്ങൾ, അതായത് UK, അയർലൻഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ചിത്രങ്ങളിൽ ഒന്നായിട്ട് ഈ എമ്പുരാൻ ഇതിനോടകം തന്നെ മാറി എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് തന്നെയായാലും ഈ രാജ്യങ്ങളിലെല്ലാം, അതായത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ജർമ്മനി, USA, കാനഡ, ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും, UK, അയർലൻഡ്, ഇത്രയും ഈ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും എന്ന് പറയുമ്പോൾ മറ്റേ പല രാജ്യങ്ങളിലും റിലീസിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ടാവും. റിലീസ് ചെയ്ത എല്ലാ രാജ്യങ്ങളിലും എന്നാണ് ഉദ്ദേശിച്ച് ഊഹിക്കുക. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിലാണ് ഈ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുന്നത്. ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞ വാക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മലയാള പടത്തിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന ചിത്രമായിട്ട് ഇത് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ ഈ വിദേശ മാർക്കറ്റിൽ 100 കോടിയിലേക്ക് എത്തി എന്നുള്ള വാർത്തയുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത്രയും രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതും എമ്പുരാൻ തന്നെയാണ്. ഇനി നോക്കേണ്ടത് എമ്പുരാന് കേരള മാർക്കറ്റിൽ 1ാം സ്ഥാനം എത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. പടം പ്രോഫിറ്റ് ആവില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ കിടന്ന് കരയുന്നുണ്ട്. ഇത്രയും പൈസ അതിനകത്ത് ഇറക്കുമ്പോൾ തന്നെ അവർക്കറിയാം ഇത് പ്രോഫിറ്റ് ആവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. പടത്തിന്റെ റിപ്പോർട്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ ആ പടം പ്രോഫിറ്റ് ആക്കി എടുക്കുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. അപ്പൊ എന്തിനേലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. വിദേശ മാർക്കറ്റിൽ തൂത്തുവാരൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് ഈ പറഞ്ഞ 150ലേക്ക് എത്തുമോ എന്നുള്ളത് ഇനി അറിയാൻ സാധിക്കുക. കാരണം ഇനി വർക്കിംഗ് ഡേയ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മിക്കവാറും പുറത്തുള്ള രാജ്യങ്ങളിൽ, ഗൾഫ് ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം കളക്ഷൻ കുത്തനെ ഇടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വിദേശ മാർക്കറ്റ് എത്രത്തോളം ഇനി സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അപ്പോഴും ഗൾഫ് അവിടെ നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കും എന്നുള്ളതും കൂടി സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.